കോൺഗ്രസിന് മുന്നറിയിപ്പുമായി ശശി തരൂർ. പാർട്ടിക്ക് തന്നെ വേണ്ടെങ്കിൽ തനിക്ക് മുന്നിൽ മറ്റു വഴികളുണ്ട്. കഠിനാധ്വാനം ചെയ്തില്ലെങ്കിൽ മൂന്നാമതും തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ ശശി തരൂർ തുറന്നടിച്ചു. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, ഇന്ത്യൻ എക്സ്പ്രസിന്റെ പോഡ്കാസ്റ്റിനു നൽകിയ അഭിമുഖത്തിലാണ് തരൂർ തന്റെ നിലപാടുകൾ വളരെ കൃത്യമായി പറയുന്നത്. ഇനി അതിൽ അഭ്യൂഹങ്ങളോ അല്ലെങ്കിൽ ഊഹങ്ങളോ ഒന്നും വേണ്ട. കൃത്യമായി കോൺഗ്രസിൽ നേതൃപ്രതിസന്ധിയുണ്ട്, തന്റെ കഴിവുകൾ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുന്നില്ല, തനിക്ക് മുന്നിൽ മറ്റു വഴികളുണ്ട്. അതായത് തരൂർ രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. വെറുതെ അല്ല അദ്ദേഹം LDF സർക്കാരിനെ ഉൾപ്പെടെ പുകഴ്ത്തിയത് എന്ന് വേണ്ടേ നമ്മൾ എല്ലാം കൂടി വായിച്ചെടുക്കുമ്പോൾ മനസ്സിലാക്കാൻ. സിജ, കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെയാണ് ശശി തരൂർ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമായേക്കുമെന്ന സൂചനകൾ ഉണ്ട് എന്ന വാർത്ത പുറത്തുവിട്ടത്. അതിനു പിന്നാലെയാണ് ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ ലേഖനത്തിൽ, പ്രത്യേക അഭിമുഖത്തിൽ ശശി തരൂർ അദ്ദേഹത്തിന്റെ നിലപാട് ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് പരമ്പരാഗത വോട്ട് ബാങ്ക് കൊണ്ട് ഒരിക്കലും ഇനി അധികാരത്തിലേക്ക് തിരികെ വരാൻ കോൺഗ്രസിന് കഴിയില്ല. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും അത് സാധ്യമല്ല. അതിനപ്പുറത്തേക്ക് പാർട്ടിയുടെ കേഡർ വോട്ടുകൾക്ക് അപ്പുറത്തേക്കുള്ള വോട്ടുകൾ കൂടി നേടിയാൽ മാത്രമേ അധികാരത്തിലേക്ക് കടന്നുവരാൻ കഴിയൂ. അതല്ല എങ്കിൽ തുടർച്ചയായി മൂന്നാമതും പരാജയം രുചിക്കേണ്ടി വരും കോൺഗ്രസിന് എന്ന മുന്നറിയിപ്പാണ് അദ്ദേഹം ഈ ലേഖനത്തിലൂടെ പറഞ്ഞു വെക്കുന്നത്. അവിടെ പ്രധാനമായുള്ള കാര്യം 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് തുടർച്ചയായി പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഒക്കെ കോൺഗ്രസിന് സംഭവിച്ചത് ആശയപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ തന്നെയാണ്. അത് കോൺഗ്രസിന്റെ വോട്ടുകൾ കൊണ്ട് മാത്രം ഇനി അധികാരത്തിലേക്ക് എത്താൻ കഴിയില്ല. അതിനപ്പുറത്തേക്ക് മറ്റ് പാർട്ടി അനുഭാവികളുടെ വോട്ടുകൾ കൂടി കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക്, സ്ഥാനാർത്ഥികൾക്ക് ഉറപ്പിക്കാനായാൽ മാത്രമേ വിജയം സാധ്യമാകുകയുള്ളൂ. അതിന് തന്റെ അനുഭവം തന്നെയാണ് മികച്ച ഉദാഹരണമെന്ന് കൂടി ശശി തരൂർ പറഞ്ഞു വെക്കുന്നുണ്ട്. തരൂർ LDF സർക്കാരിന്റെ വികസന നേട്ടങ്ങളുമായി ബന്ധപ്പെട്ട്, വ്യവസായ നയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം ലേഖനം എഴുതിയത്. ആ ലേഖനത്തിനെതിരെയാണ് സംസ്ഥാനത്തെ ഒരു വിഭാഗം നേതാക്കൾ വലിയ വിമർശനവുമായി രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായത്. പക്ഷേ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്, അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് തുടർച്ചയായി ജയിച്ചു വരുന്നത് കോൺഗ്രസിന്റെ വോട്ടുകൾ കൊണ്ട് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് മറ്റ് പാർട്ടിയിലെ അനുഭാവികളും അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലം അത് പ്രധാനമായി ദേശീയ തലത്തിൽ തന്നെ പ്രയോജനപ്പെടുത്തണം. അവിടെയാണ് കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിച്ചാൽ ഒരിക്കലും ഇനി അധികാരത്തിലേക്ക് തിരികെ വരാൻ കഴിയില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നത്. അതോടൊപ്പം നേതൃപ്രതിസന്ധി കോൺഗ്രസിനെ അലട്ടുന്നു എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അവിടെ തന്റെ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താൻ നേതൃത്വം തയ്യാറാകുന്നില്ല എങ്കിൽ താൻ ഈ എഴുത്തിലൂടെയും അല്ലെങ്കിൽ മറ്റ് പ്രഭാഷണങ്ങളിലൂടെയുമൊക്കെ മറ്റ് ലോകരാജ്യങ്ങളിൽ കൂടി സഞ്ചരിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരാളെ പാർട്ടി വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുന്നില്ല എങ്കിൽ തനിക്ക് മുമ്പിൽ മറ്റ് പല വഴികളും ഉണ്ട് എന്നുകൂടി ശശി തരൂർ പറഞ്ഞു വെക്കുമ്പോൾ അത് പാർട്ടിക്കും പാർട്ടി നേതൃത്വത്തിനുമുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയായി മാറുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു ലേഖന വിവാദം കെട്ടടങ്ങുന്നതിന് മുമ്പാണ് അദ്ദേഹം വീണ്ടും ഇംഗ്ലീഷ് ദിനപത്രത്തിന് ഇങ്ങനെയൊരു നിലപാട് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു ലേഖനം എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൽ ഏത് തരത്തിലായിരിക്കും പാർട്ടിയുടെ ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഇനി നിലപാട് വ്യക്തമാക്കുക എന്നതാണ് ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്ന കാര്യവും. ഡാൻ, അദ്ദേഹം മറ്റൊരു രാഷ്ട്രീയത്തിലേക്ക് പോകുമെന്നല്ല പറയുന്നത്, മറിച്ച് എന്റെ കഴിവുകൾ പാർട്ടി ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ ഞാൻ പാർട്ടിക്ക് വേണ്ടി നിലനിൽക്കാം, അതല്ലെങ്കിൽ എനിക്ക് എന്റേതായ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. യു ഷുഡ് നോട്ട് തിങ്ക് ദാറ്റ് ഐ ഹാവ് നോ അതർ ഓപ്ഷൻ. ഐ ഹാവ് മൈ ബുക്സ്, സ്പീച്ചസ്, ഇൻവിറ്റേഷൻസ് ഫ്രം അക്രോസ് ദ വേൾഡ് ടു ഗിവ് എ ടോക്ക്. എനിക്ക് എന്റേതായ കാര്യങ്ങൾ ഒരുപാട് ചെയ്യാനുണ്ടെന്നാണ് അദ്ദേഹം കൃത്യമായി പറയുന്നത്. പക്ഷെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് അദ്ദേഹം പറയുന്നുണ്ട് ഈ ഇന്റർവ്യൂവിൽ, ഡാൻ. അത് അമേരിക്കയിൽ സമാധാനമായി ജീവിക്കുകയായിരുന്ന എന്നെ രാഷ്ട്രീയത്തിലേക്ക് വിളിച്ചു കൊണ്ടുവന്നത് മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയും ഉൾപ്പെടെയുള്ളവരാണ്.